ആർക്കും നിഷേധിക്കാനൊക്കില്ല. 25 വർഷക്കാലം ഈ പ്രദേശത്തുണ്ടായിരുന്ന സൗകര്യങ്ങളാണോ, പശ്ചാത്തല സൗകര്യങ്ങളാണോ ഇന്നുള്ളത്? വിദ്യാഭ്യാസ സൗകര്യങ്ങളാണോ ഇന്നുള്ളത്? ഈ മാറ്റങ്ങളുടെ ഒക്കെ പിന്നിൽ ശക്തമായ ഒരു ചൈതന്യം ഈ രൂപതയ്ക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് അനുഭവത്തിലൂടെ എനിക്ക് പറയാൻ സാധിക്കും. മുൻകാല ജനപ്രതിനിധികളടക്കം, ഇന്നത്തെ ജനപ്രതിനിധികളടക്കം പലരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ ഈ നാടിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഓരോ അവസരങ്ങളിലും ഈ കുടിയേറ്റ മേഖലയുടെ വികസനത്തിന് വലിയ സ്വാധീനം, വലിയ പ്രേരക ശക്തിയായിട്ട് താമരശ്ശേരി രൂപത പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനിയും അതേ നിലയിൽ അഭിമന്യ തിരുമേനിയുടെ, പ്രിയ തിരുമേനിയുടെ നേതൃത്വത്തിൽ ആധ്യാത്മിക രംഗത്തോടൊപ്പം തന്നെ ഈ സമൂഹത്തിന്റെ ആകെ വികാസത്തിനും ഉന്നതിക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ലാളിത്യവും വിനയമാതൃകയും മുഖമുദ്രയാക്കി ഇടപെടുന്നവരിലും ഇടങ്ങളിലും ദൈവസാന്നിധ്യമായി കോഴിക്കോട് രൂപതയെ ചൈതന്യവത്തായി നയിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Joseph Kalathiparambil, the Bishop of Calicut, is felicitating the new bishop. ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന താമരശ്ശേരി രൂപതയുടെ 4ാമത്തെ മെത്രാനായി ഇന്ന് അഭിഷിക്തനായ അഭിമന്യ റെമേജിയസ് പിതാവിന് കോഴിക്കോട് രൂപതാംഗങ്ങൾ മുഴുവൻ്റെയും അഭിനന്ദനങ്ങളും പ്രാർത്ഥനാശംസകളും നേരുന്നു. പിതാവിനോട് താമരശ്ശേരി രൂപതയ്ക്കും സഭ മുഴുവനായും കാരുണ്യവാനായ ദൈവം ആഗ്രഹിക്കുന്ന സകല നന്മകളും ദൈവജനത്തിന് അനുഭവിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം താമരശ്ശേരി രൂപതയിൽ ഇക്കഴിഞ്ഞ 13 വർഷക്കാലം ത്യാഗപൂർണമായ സേവനമർപ്പിച്ച് പുതിയ സാരഥിയെ, തൻ്റെ പിൻഗാമിയെ അഭിഷേകിച്ച് നൽകി അഭിമന്യ പോൾ ചിറ്റിലപ്പിള്ളി പിതാവിന് ആയുരാരോഗ്യവും പ്രശാന്തമായ വിശ്രമ ജീവിതവും നേരുന്നു. താമരശ്ശേരി രൂപതാംഗമെന്ന നിലയിൽ റെമേജിയസ് പിതാവ് ഇന്നാട്ടുകാർക്കെല്ലാം സുപരിചിതനായ വ്യക്തിയാണ്. അജപാലന രംഗത്തും രൂപതാ കാര്യാലയത്തിലും സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തുമൊക്കെ നടത്തിയ സേവന പരിചയം രൂപതാ സാരഥ്യം അനായാസം നിർവഹിക്കുന്നതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കുമെന്നതിൽ സംശയമില്ല. ഈ നാടിൻ്റെയും ജനങ്ങളുടെയും ആത്മീയവും സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ വളർച്ചയിൽ അഭിമന്യ പോൾ ചിറ്റിലപ്പിള്ളി പിതാവ് ചെയ്ത സേവനങ്ങൾ തുടർന്നു കൊണ്ടുപോവുക തീർച്ചയായും എളുപ്പമായിരിക്കും. ഈ ധന്യമുഹൂർത്തത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളാണ് ഞാൻ അനുസ്മരിക്കുന്നത്. തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നു: നീ അധികാരപൂർവ്വം പഠിപ്പിക്കുക. ആരും നിന്റെ പ്രായക്കുറവിന്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും
വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം. ഈ വചനങ്ങളുടെ ചൈതന്യം ഉൾക്കൊണ്ട് തന്നെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് മെത്രാന്മാരുടെ മൗലിക കർത്തവ്യങ്ങളിൽ മഹത്തായ സ്ഥാനമാണ് സുവിശേഷ പ്രഘോഷണത്തിനുള്ളത്. കാരണം മെത്രാന്മാരാണ് വിശ്വാസ പ്രസംഗകർ. അവരാണ് ക്രിസ്തുവിലേക്ക് പുതിയ ശിഷ്യന്മാരെ നയിക്കുന്നത്. തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ജനം വിശ്വസിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യേണ്ട വിശ്വാസം മെത്രാന്മാർ അവരോട് പ്രസംഗിക്കുന്നു. തിരുപ്പട്ട ഉദാശയുടെ പൂർണ്ണതയാൽ പ്രശോഭിതനായിരിക്കുന്ന റെമേജിയസ് പിതാവ് ക്രിസ്തുനാഥൻ വരമേൽപ്പിച്ച അത്യുദാത്തമായ അജപാലനം കാര്യക്ഷമമായി തുടർന്നുകൊണ്ട് പോകുന്നതിന് അവിടുന്ന് തന്നെ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അദ്ദേഹത്തിന് നേർന്നുകൊള്ളുന്നു. വിശ്വാസ ജീവിതത്തിന്റെ സജീവ മാതൃകയായി ഈ കുടിയേറ്റ കാർഷിക മേഖലയോട് പ്രത്യേകമായി ബന്ധം സൂക്ഷിക്കുന്ന നമുക്കേവർക്കും അഭിമാനമായ ബഹുമാന്യനായ കെ മാണി സാറിനെ ആശംസകൾ അർപ്പിക്കുന്നതായി ക്ഷണിക്കുന്നു. Sri K. Mani sir is now on the stage to felicitate the new bishop.